ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ബേബി ഫ്രോക്ക് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു ബേബി ഫ്രോക്കാണ്. അതിൻ്റെ നോട്ട്സും കട്ട് ചെയ്യേണ്ട മെത്തേഡുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിക്ക് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ മെഷർമെൻറ്റും ഡ്രാഫ്റ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. അതിക്ക് മുമ്പായിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യണം. കാൽക്കുലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ചുരിദാർ കട്ടിങ്ങിൻ്റെ പാർട്ട് 1 നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, ഞാൻ ഇതിപ്പോൾ ഒന്ന് റഫായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. 0 to 1 പറഞ്ഞിരിക്കുന്നത് ബോഡീസ് ലെങ്ത്ത് പ്ലസ് 1/4 ഇഞ്ച് എന്നാണ്. ബോഡീസ് ലെങ്ത്ത് പ്ലസ് 1/4 ഇഞ്ച്. അപ്പോൾ ബോഡീസ് ലെങ്ത്ത് നമുക്ക് മെഷർമെൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും 4 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ച്. അപ്പോൾ 4 പ്ലസ് 1/4 ഇഞ്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് 4.25 ഇഞ്ചാണ് കിട്ടുന്നത്. അടുത്തത് 0 to 2 1/12 ചെസ്റ്റ്. ബ്രാക്കറ്റിൽ നെക്ക് വിട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/12 ചെസ്റ്റ് എത്രയാണോ ആ എമൗണ്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് 0 to 2. ആ ഒരു മെത്തേഡിൽ തന്നെ ഫുള്ള് ഡ്രാഫ്റ്റിങ് നമുക്ക് ചെയ്യണം. അതിൻ്റെ എമൗണ്ട് വെച്ചിട്ട് വേണം നമുക്കിവിടെ നമ്മുടെ ഡയഗ്രാം കൊടുത്തേക്കുന്നത് പോലെ പേപ്പർ തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഇത് കാൽക്കുലേഷൻ ചെയ്ത് എമൗണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുണിയിലേക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ 2 ഡയഗ്രാമായിട്ടാണ് കൊടുത്തേക്കുന്നത്. മുകളിലത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രോക്ക് നമുക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഒരു മോഡൽ കാണിക്കാം. കണ്ടോ, ഇത് യോക്ക്, ഇത് സ്കേർട്ട് സെക്ഷൻ, ഇത് യോക്ക്, ഇത് സ്കേർട്ട്. അപ്പോൾ ഈ യോക്കിൻ്റെ പോർഷനാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. താഴെ വരുന്ന സ്കേർട്ടിൻ്റെ സെക്ഷനാണ് താഴത്തെ ഡയഗ്രാം. അപ്പോൾ രണ്ടും രണ്ടായിട്ടുള്ള കാൽക്കുലേഷനും ഡ്രാഫ്റ്റിങ്ങുമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം. ഡ്രാഫ്റ്റിങ്ങിൽ ഫ്രണ്ട് ബാക്കിൽ നിന്ന് കൊടുത്തേക്കുന്നുണ്ട്. അത് നമുക്ക് വരയ്ക്കുമ്പോൾ അത് മനസ്സിലാകും. അതേപോലെ തന്നെ സ്കേർട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. സ്കേർട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതിൽ ഇതാണ്, ഈ ഒരു പോർഷനാണ്. അതായത് ഫ്രോക്കിൻ്റെ താഴേക്ക് വരുന്ന പോർഷനാണ് സ്കേർട്ടായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്കേർട്ടിൻ്റെ മാർക്കിംഗ് ആയിട്ട് ഇതും യോക്കിൻ്റെ മാർക്കിംഗ് ആയിട്ട് ഇതും വരും. ഇപ്പോൾ ബാക്കെന്നും ഫ്രണ്ടെന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നെക്കിൻ്റെ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും പിന്നെ ആം ഹോളും രണ്ടും രണ്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നോട്ടും ഡയഗ്രാം ശരിക്കും ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതൊന്ന് തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ തുണി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിനി ഈ പിക്ചർ കാണുന്ന പോലെ യോക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് പറഞ്ഞത് 0 to 1 ബോഡീസ് ലെങ്ത്ത് പ്ലസ് 1/4 ഇഞ്ച്. ബോഡീസ് ലെങ്ത്ത് പ്ലസ് 1/4 ഇഞ്ച് എന്ന് പറയുമ്പോൾ ബോഡീസ് ലെങ്ത്ത് 4 പ്ലസ് 1/4 ഇഞ്ച്, അപ്പോൾ 4.25 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഫോൾഡിങ് സൈഡ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. കണ്ടോ, ഈ മാർക്കിംഗ് വന്നേക്കുന്നതാണ് ഫോൾഡിങ് സൈഡ് എന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാർക്കിംഗ് വന്നേക്കുന്ന ഫോൾഡിങ് സൈഡിൻ്റെ ഈ പോയിൻ്റാണ് 0. ഇവിടെ നിന്ന് നേരെ താഴെ വരുന്ന പോയിൻ്റാണ് 1. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസാണ് നമുക്ക് 4.25 കിട്ടിയത്. അപ്പോൾ 4.25 ഇഞ്ച് ഫോൾഡിങ് സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്യാം. തുണിയുടെ ഫോൾഡിങ് സൈഡ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിങ്ങോട്ട് 4.25 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് 0 to 2 1/12 ചെസ്റ്റ്. ബ്രാക്കറ്റിൽ നെക്ക് വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 1/12 ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് 20 ഡിവൈഡഡ് ബൈ 12. ചെസ്റ്റ് 20 ഡിവൈഡഡ് ബൈ 12. നമുക്ക് 1.66 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്ത് 1.75 അല്ലെങ്കിൽ 1.5 നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 1.75 മാർക്ക് ചെയ്യണതാണ്. അപ്പോൾ 0 to 2 ആണ് പറഞ്ഞേക്കുന്നത്. 0 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 2 എവിടെയെന്ന് നോക്കണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് 2 വന്നേക്കുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യാം. 1.75 ആണ് ഞാൻ മാർക്ക് ചെയ്തത്. 1.5 എടുത്താലും കുഴപ്പമൊന്നുമില്ല, നെക്ക് വിട്ടാണത്. ഓക്കെ, ഇനി അടുത്തത് 0 to 3 ആണ്. അത് പറഞ്ഞേക്കുന്നത് 1/12 ചെസ്റ്റ് പ്ലസ് 1/4 ഇഞ്ചാണ്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെസ്റ്റ് 20 ഡിവൈഡഡ് ബൈ 12. നമുക്കൊരു ആൻസർ കിട്ടും. പ്ലസ് 0.25 ആണ് പറഞ്ഞിരിക്കുന്നത്. 1/4 ഇഞ്ച് എന്ന് പറയുമ്പോൾ 0.25. അപ്പോൾ 1.9, അതായത് നമുക്ക് 2 ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ
അപ്പോൾ 0 to 3യുടെ എമൗണ്ടാണ് നമുക്ക് 2 എന്ന ആൻസർ കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് നെക്ക് ഡെപ്താണ്. അതായത് നോക്കിയാൽ കാണാം ഫ്രണ്ട് നെക്ക് ഡെപ്താണ്. 0യിൽ നിന്ന് ഫോൾഡിങ് സൈഡിൽ നിന്ന് താഴെ നേരെ താഴെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴെ ഒരു 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് 0 to 4 ആണ്. അപ്പോൾ ഹാഫ് ഷോൾഡർ പ്ലസ് 1/4 ഇഞ്ച്. ഷോൾഡർ നമുക്ക് 9 ആണ്. 9 ഡിവൈഡഡ് ബൈ 2 = 4.5 പ്ലസ് 1/4 ഇഞ്ച് പ്ലസ് 0.25. നമുക്ക് 4.75 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 0 to 4ൻ്റെ ആൻസറാണ് 4.75. അപ്പോൾ 0 to 4 എവിടെയെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. 0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് 4 വന്നേക്കുന്നത്. അതാണ് 4.75. ഞാനിവിടെ നിന്ന് ഇതാണ് നമ്മുടെ 0 എന്ന പോയിൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നേക്കുന്നത്. 4.75 എവിടെ കിട്ടുന്നുവോ അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞാൽ സ്ക്വയർ ഡൗൺ ഫ്രം 4 to 5. അതായത് 4ൽ നിന്ന് 5ലേക്ക് സ്ക്വയർ ഡൗൺ ചെയ്യാൻ. അതായത് നമ്മളിപ്പോൾ ഇവിടെ എത്ര എടുത്തോ അത് തന്നെ സെയിം താഴേക്ക് മാർക്ക് ചെയ്യാം. ഈ മാർക്കിംഗ് എത്ര എടുത്തോ അത് തന്നെ നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യാം. ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് 4 to 6 ഹാഫ് ഇഞ്ച്. 4 to 6 4ൽ നിന്ന് താഴേക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4 to 6 ഹാഫ് ഇഞ്ച് അത് നമുക്ക് മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജോയിൻ 2 to 6. നമ്മൾ 2 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 നമുക്ക് നോക്കിയാൽ കാണാം. അതിൽ നിന്ന് ഇപ്പോൾ മാർക്ക് ചെയ്ത 6ലേക്ക് ജോയിൻ ചെയ്യാൻ. അതൊരു ഷോൾഡർ സ്ലോപ്പാണ്. ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് 1 to 7 ഹാഫ് ഇഞ്ച്. 1 to 7 ഹാഫ് ഇഞ്ച് നമ്മൾ 0 to 1 മാർക്ക് ചെയ്തതാണ്. പിന്നെ 7 എവിടെയും നോക്കണം. ഇതാണ് 1. 7 നോക്കിയാൽ ഡയഗ്രാം നോക്കിയാൽ 1ൽ നിന്ന് നേരെ താഴെയാണ് 7 മാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് താഴെ ഹാഫ് ഇഞ്ച് എവിടെ കിട്ടുന്നുവോ അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഷേപ്പ് 7 to 5. നമ്മളിവിടെ ഓൾറെഡി 5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് 7 to 5. 7ൽ നിന്ന് 5ലേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഡയഗ്രാം കാണിച്ചതുപോലെ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം മാർക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ബാക്കാണ്. അപ്പോൾ ഇതിൽ തന്നെ ബാക്ക് മാർക്ക് ചെയ്യുന്നതാണ് ഇനി കൊടുത്തിരിക്കുന്നത്. 0 to 8 ഹാഫ് ഇഞ്ച്. നമ്മൾ 0 മാർക്ക് ചെയ്തു. ഇനി 8 ആണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 8 നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഈ പോയിൻ്റാണ് 8 എന്ന് പറയുന്നത്. താഴെ കൊടുത്തിട്ടുണ്ട്. അത് നെക്കാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം 0 to 8 ഇതാണ്. അപ്പോൾ ഹാഫ് ഇഞ്ച് എവിടെ കിട്ടുന്നുവോ അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഷേപ്പ് നെക്ക് 2 to 8. 2ൽ നിന്ന് 8ലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് ഷേപ്പ് ചെയ്തിട്ടില്ല. അതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് 5 to 9 ഹാഫ് ഇഞ്ച്. 5 to 9 ഹാഫ് ഇഞ്ച്. 5 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് 9 വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാഫ് ഇഞ്ച് എവിടെ കിട്ടുന്നുവോ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഷേപ്പ് ആം ഹോൾ 6 to 9. ഷേപ്പ് ആം ഹോൾ 6 to 9. അപ്പോൾ നമുക്കിത് ഇതാണ് നമ്മുടെ 6 എന്നുള്ള മാർക്ക്. ഡയഗ്രാം കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഡയഗ്രാം കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 9ലേക്ക് ഷേപ്പ് ചെയ്യാം. അത് ആം ഹോളായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ യോക്കിന് വേണ്ട കട്ടിങ് വരുന്നത്. നമുക്കിനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതും കൂടി നോക്കാം. ഞാനിതിപ്പോൾ കട്ട് ചെയ്യാൻ പോകണമായിരുന്നു. കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ 7 നമ്മൾ മാർക്ക് ചെയ്തതില്ലേ, കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. ഈ മാർക്കിങ്ങിൽ നിന്ന് നേരെ 9 മാർക്ക് ചെയ്ത പോയിന്റിലേക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിത് മുഴുവൻ വെട്ടിയെടുക്കുകയാണ്. കൈ പിടിക്കാനുള്ള എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് നമ്മൾ ബാക്കിൽ ആം ഹോളും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതായത് 6 to 9 മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ സ്റ്റോപ്പ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി വേണ്ടത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കും കൂടി കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്തത് ബാക്കിൻ്റെ ഭാഗമാണ്. പിന്നെ നമുക്കത് ഉള്ളിൽ നിന്ന് ഒരു പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഫ്രണ്ടിൻ്റെ നെക്ക് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ആം ഹോൾ മാർക്ക് ചെയ്തപ്പോൾ 6 to 9 മാർക്ക് ചെയ്ത പോലെ തന്നെ 6 to 5 കൂടി മാർക്ക് ചെയ്യാറുണ്ട്. 6 to 5 മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. കണ്ടോ, ഇതേപോലെ. പിന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഫ്രണ്ട് ആം ഹോളാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് ഫ്രണ്ട് ആം ഹോളാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇത് ബാക്കായിട്ട് വരും, ഇത് ഫ്രണ്ട്. കണ്ടോ കണ്ടോ, ഫ്രണ്ടിൻ്റെ ആം ഹോൾ കയറിയിരിക്കും, ബാക്കിൻ്റെ ആം ഹോൾ ഇറങ്ങിയിരിക്കും. ആ ഒരു ഡിസ്റ്റൻസാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഫ്രണ്ടിൻ്റെ നെക്ക്, ബാക്കിൻ്റെ നെക്ക്. ഓക്കെ, അപ്പോൾ യോക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട്, അതായത് ഈ യോക്കിൻ്റെ താഴെ വരുന്ന പോർഷൻ, അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ മാർക്കിങ് നോക്കാം. അതെ, ഇതാണ് സ്കേർട്ടിൻ്റെ ഡയഗ്രാം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫോൾഡിങ് സൈഡ് ഇതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ തുണിയും ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. 10 to 11 ആണ് നമുക്ക് വന്നേക്കുന്ന ഫോൾഡിങ് സൈഡിലത്തെ മാർക്കിങ്. 10 to 11 അത് സ്കേർട്ട് ലെങ്ത്ത് പ്ലസ് ½ ഇഞ്ച്. ഓക്കെ, സ്കേർട്ട് ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ഫുൾ ലെങ്ത്ത് ഓഫ് ഫ്രോക്ക് മൈനസ് ബോഡീസ് ലെങ്ത്ത് ഇസിക്കൽ ടു സ്കേർട്ട് ലെങ്ത്ത്. അതായത് ഫുൾ ലെങ്ത്ത് ഓഫ് ഫ്രോക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രോക്ക് ലെങ്ത്ത് മോഡൽ കാണാം 18 ഇഞ്ചാണ്. 18 മൈനസ് ബോഡീസ് ലെങ്ത്ത് 4 ആണ്. അപ്പോൾ 18 മൈനസ് 4 40. അതാണ് നമ്മുടെ സ്കേർട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്കേർട്ട് ലെങ്ത്ത് പ്ലസ് ½ ഇഞ്ച്, അപ്പോൾ 14.5. അപ്പോൾ 10 to 11 ആണ് 14.5. അതായത് ഫുൾ ലെങ്ത്ത് ഓഫ് ഫ്രോക്ക് നമുക്ക് കൊടുത്തേക്കുന്നത് 18 ആണ്. 18 മൈനസ് ബോഡീസ് ലെങ്ത്ത് ആണ് പറഞ്ഞേക്കുന്നത്. മൈനസ് ബോഡീസ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ മൈനസ് ബോഡീസ് ലെങ്ത്ത് നമുക്ക് 4 ആണ്, നമുക്ക് 14 കിട്ടും. ഇസിക്കൽ ടു 1 പ്ലസ് അല്ല, ഇസിക്കൽ ടു സ്കേർട്ട് ലെങ്ത്ത്. അതാണ് സ്കേർട്ട് ലെങ്ത്ത് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ സ്കേർട്ട് ലെങ്ത്ത് പ്ലസ് ½ ഇഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ലെങ്ത്ത് 14 ഇഞ്ച് നമുക്ക് കിട്ടി, പ്ലസ് ½ ഇഞ്ച് 0.5, 14.5. അപ്പോൾ 10 to 11 ആണ്. 14.5 എവിടെ കിട്ടുന്നുവോ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് 14.5 ആണ് ഈ ക്ലോത്ത് വന്നേക്കുന്നത്. നോക്കിയാൽ കാണാം, കണ്ടോ, ഞാൻ അത് തന്നെ എടുക്കണേണ്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് 10 to 12 ആൻഡ് 11 to 13. അതായത് 10 നിന്ന് 12ലേക്കുള്ള ദൂരവും 11 നിന്ന് 13ലേക്കുള്ള ദൂരവുമാണ് പറഞ്ഞേക്കുന്നത്. അതായത് 1/4 ചെസ്റ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫോർ ഫ്രില്ലിനായിട്ടുള്ള മെഷർമെൻ്റാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. അതായത് 1/4 ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെസ്റ്റ് 20 ഡിവൈഡഡ് ബൈ 4, 20 ഡിവൈഡഡ് ബൈ 4 5 ആൻസർ കിട്ടും. ഇനി നമുക്ക് ഇത് ഫോർ ഫ്രില്ലെന്ന് നമ്മളിവിടെ പ്രത്യേകം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിനി അതിൽ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 6-7 എടുക്കുകയാണ്. കണ്ടോ, ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രില്ല് കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഭംഗി കിട്ടും. അപ്പോൾ ഇതാണ് 10 to 12 ആൻഡ് 11 to 13. അപ്പോൾ നമുക്ക് താഴെ നിന്നും ഈ മുകളിലെടുത്ത അതേ മെഷർമെൻറ്റ് തന്നെ താഴെ നിന്നും എടുക്കാം. 7 ഇഞ്ച്.
ഡയഗ്രാം കാണിച്ചേക്കുന്ന പോലെ നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, നമുക്കിത് കട്ട് ചെയ്ത് പോകാനുള്ളതല്ല. ഇനി അടുത്തത് 12 to 14, 12 നിന്ന് 14 ഡിസ്റ്റൻസ് 1/4 ചെസ്റ്റ് പ്ലസ് 1.5 ഇഞ്ച്. 1/4 ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4, 20 ഡിവൈഡഡ് ബൈ 4, 5 പ്ലസ് 1.5, 6.5. അതാണ് 12 to 14. നമ്മളിപ്പോൾ 12 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, 14 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത്. അതാണ് നമുക്ക് 14 ആയിട്ട് കിട്ടിയിരുന്നത്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അത് നമുക്ക് ആൻസർ കിട്ടിയത് 1/4 ചെസ്റ്റ് പ്ലസ് 1.5, 6.5. ഞാനിപ്പോൾ അതിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 12 നിന്ന് 40 ഡിസ്റ്റൻസാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് 13 to 15, 1/4 ചെസ്റ്റ് പ്ലസ് 2.5. നമ്മൾ മുകളിൽ ചെയ്തത് 1/4 ചെസ്റ്റ് 1.5 ആണ് പ്ലസ് ചെയ്തത്, ഇവിടെ 2.5. അപ്പോൾ ചെസ്റ്റ് 1/4 ചെസ്റ്റ് എന്ന് പറയുമ്പോൾ 5 പ്ലസ് 2.5 7.5. അപ്പോൾ 13 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 13 നിന്ന് 14, 12 to 14 മാർക്ക് ചെയ്ത പോലെ തന്നെ 13 നിന്ന് 15 നമുക്ക് മാർക്ക് ചെയ്യാം. 12 to 14 1 ഇഞ്ച് കൂടുതലാണ്, നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് 13. ഇവിടെ നിന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 8.5 കിട്ടും. ഓക്കെ, കണ്ടോ, 8.5 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് 15 വരെ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ജോയിൻ 14 to 15. 14 to 15 നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 14 to 15 ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് 15 to 16 ഹാഫ് ഇഞ്ച്. 15 to 16 ഹാഫ് ഇഞ്ച്. അത് നോക്കിയാൽ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. 15 to 16 താഴെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മുകളിലേക്ക് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യണം. അത് നമുക്ക് തുണിയിലേക്ക് അത് മാർക്ക് ചെയ്യാം. വരുന്ന പോയിൻ്റാണ് 16. അപ്പം നമുക്കിത് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയാണ് നമ്മൾ 15 മാർക്ക് ചെയ്തത്. അപ്പം ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഒരു ഹാഫ് ഇഞ്ചും കൂടി മാർക്ക് ചെയ്യും. അതാണ് നമുക്ക് 16 ആയിട്ട് കിട്ടിയേക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ഷേപ്പ് ബോട്ടം 13 to 16. ഷേപ്പ് ബോട്ടം 13 to 16. 13 നിന്ന് 16 ജസ്റ്റ് നമുക്ക് ആ ഡയഗ്രാം കാണിച്ചിരിക്കുന്ന പോലെ ഒരു കർവിങ് ഷേപ്പ് കണ്ടോ, ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി 14 to 17 1 ഇഞ്ച്. 14 to 17, 14 ഈ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ പോയിൻ്റ് 14 to 17 നോക്കിയാൽ 14 നിന്ന് നേരെ താഴെ അത് 1 ഇഞ്ചാണ് പറഞ്ഞേക്കുന്നത്. അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് ഡിസ്റ്റൻസ് എവിടെ കിട്ടുന്നുവോ അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് 12 to 18 സെയിം ആസ് 0 to 4. 12 to 18 12 നിന്ന് 18 അകലമാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം ആസ് 0 to 4. അതായത് 0 to 4 നമ്മൾ എത്ര മാർക്ക് ചെയ്തു അത് തന്നെയാണ് 12 to 18. 12 to 18 അതായത് 0 to 4 നമ്മൾ എത്ര മാർക്ക് ചെയ്തത്, അതായത് 0 to 4 നമ്മൾ യോക്കിലാണ് മാർക്ക് ചെയ്തത്. 0 to 4 നമുക്ക് നോക്കിയാൽ കാണാം എത്രയാണ് നമുക്ക് മാർക്ക് ചെയ്തത്. ഹാഫ് ഷോൾഡർ പ്ലസ് 1/4 ഇഞ്ച്.
4.75 ആണ് നമ്മൾ 0 to 4 മാർക്ക് ചെയ്തത്. അപ്പോൾ 4.75 തന്നെയാണ് 12 to 18 വന്നേക്കുന്നത്. 12 to 18 ഇവിടെ നിന്ന് 4.75 ഇവിടെ കിട്ടുന്നു. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഷേപ്പ് ഫ്രണ്ട് ആം ഹോളാണ് പറഞ്ഞിരിക്കുന്നത്. 17 to 18 നമ്മൾ ഇവിടെ താഴെ 17 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്ന ആം ഹോൾ ആണ്, അതായത് നമുക്ക് യോക്കിൽ നിന്ന് നേരെ സ്കേർട്ടിലേക്ക് വരുന്ന ടൈപ്പാണ്, ആം ഹോൾ വരുന്ന ടൈപ്പാണ് നമ്മുടെ ഫ്രോക്ക്. അപ്പോൾ അതാണ് ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 18 നിന്ന് 17 ജോയിൻ ചെയ്തത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് 18 to 19 ½ ഇഞ്ച്. ഡയഗ്രാം നോക്കിയാൽ കാണാം. 18 നമ്മൾ മാർക്ക് ചെയ്തു, അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ½ ഇഞ്ച് അവിടെ വരുന്നു, അതാണ് നമുക്ക് 19. നമ്മളിപ്പോൾ 18 മാർക്ക് ചെയ്തു, അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ½ ഇഞ്ച് വരുന്ന പോയിൻ്റാണ് 19. അപ്പോൾ നമ്മളിപ്പോൾ 18 to 17 ജോയിൻ ചെയ്ത പോലെ തന്നെ 19 to 17 ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് രണ്ട് ആം ഹോളാണ്. ആദ്യം നമ്മൾ മാർക്ക് ചെയ്തത് ഫ്രണ്ട് ആം ഹോളും പിന്നെ ചെയ്തത് ബാക്ക് ആം ഹോളുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആം ഹോൾ കട്ട് ചെയ്തിട്ട് നേരെ താഴെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ താഴെ നിന്നാണ് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. നേരെ ഓക്കെ, നമ്മൾ താഴെ കൊടുത്തൊരു കർവിങ് ഉണ്ട്, അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി വന്നിരിക്കുന്നത് ബാക്ക് ആംഗിളോട് നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഉള്ളിൽ നിന്നൊരു പീസ് മാറ്റിയതിന് ശേഷം നമ്മൾ ബാക്ക് ആം ഹോൾ കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ നിന്ന് ഒരു പീസ് മാറ്റണം. ബാക്ക് പീസാണ് നമ്മളിപ്പോൾ മാറ്റിയത്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കൂടി സ്കേർട്ടിൻ്റെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഇത് കട്ട് ചെയ്യാനുള്ളതല്ല, ഇത് നമുക്ക് ജസ്റ്റ് ഫ്രില്ലിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മാർക്കിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് പോണതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്. നമുക്ക് ഇത്രയും ഭാഗം ഇനി ചുരുങ്ങി പോകും. ഇത് നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ടാണത്. അപ്പം ഈ ഭാഗത്ത് വേണം നമുക്കിത് ചുരുട്ട് കത്തിച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ഇതാണല്ലോ, നമുക്കിതിങ്ങനെ ഫ്രില്ല് ചെയ്ത് അറ്റത്തോളം ഈ ആം ഹോള് കംപ്ലീറ്റ് ആകുന്നത് വരെ കണ്ടോ ഫ്രില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് ഈ ഫ്രോക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് സെക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം.